ഒരുപാട് നാളത്തെ ട്രയൽ ആൻഡ് എററിന് ശേഷം ഞാൻ എൻ്റെ ബെസ്റ്റ് മോയ്സ്ചറൈസർ കണ്ടുപിടിച്ചു. ബട്ട് അടിപൊളി സാധനം, ഇത് മാത്രം ഇട്ടാൽ മതി. ആ ഒരു ഗ്ലൈസിങ് കിട്ടുന്നത് ഇതുകൊണ്ടാണ്. സോ മൈ ഫേവറേറ്റ് സീരീസ് ബെസ്റ്റ് മോയ്സ്ചറൈസർ. ഞാൻ യൂസ് ചെയ്ത് തീർത്ത മോയ്സ്ചറൈസേഴ്സ് കാണിച്ചു തരാം. ഇതിപ്പം എൻ്റെ അടുത്തുള്ള ട്യൂബുകളാണ്, ഇതൊന്നും ആയിരുന്നില്ല. പല ബ്രാൻഡിൻ്റെയും പലതും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും ഈ ഒരു വീഡിയോ എടുക്കാൻ ഞാൻ പെർഫെക്റ്റ്ലി എലിജിബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ മൂവിങ്, ഞാൻ ഇപ്പം യൂസ് ചെയ്ത് തീർത്ത ട്യൂബുകളാണ് ഇത്. ബട്ട് മോസ്റ്റ്ലി കുറച്ച് നാളുകളായിട്ട് ഞാൻ മുൻപ് പറഞ്ഞ പോലെ എല്ലാം പെയ്ഡ് പ്രൊമോഷൻസ് ആയതുകൊണ്ട് ഏതാണ് അടിപൊളി എന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എന്താ ഓപ്ഷൻ? ഗോ ഫോർ ഇറ്റ്, ട്രയൽ, അതല്ലേ ഓപ്ഷനുള്ളൂ. സോ അങ്ങനെ മേടിച്ച് കൂട്ടിയ ട്യൂബുകളാണ് ഇതെല്ലാം. ഇതൊന്നുമല്ല ഇപ്പം എൻ്റെ കയ്യിലുള്ള ട്യൂബുകൾ. സോ എനിക്ക് പറയാനുള്ളത്, ഈ ഡോട്ടങ്കീൻ്റെ തന്നെ 2 ടൈപ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഡോക്ടർ ശ്രത്തിൻ്റെ ഹൈലൂറോണിക് ആസിഡിൻ്റെ മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ സെറാമൈഡിൻ്റെയും വൈറ്റമിൻ സിൻ്റെയും മോയ്സ്ചറൈസർ ഉണ്ട്. അങ്ങനെ ഒരുവിധം മാർക്കറ്റിലുള്ള ഒരുപാട് മോയ്സ്ചറൈസറുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എല്ലാതും മോശമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ എല്ലാതും ഒരു മോയ്സ്ചറൈസിങ് കൈൻഡ് ഓഫ് എഫക്റ്റ് തരുന്നുണ്ട്. ബട്ട് എങ്കിലും ഒരു മാജിക്, അല്ലെങ്കിൽ ഇത് സൂപ്പർ, ഇത് അടിപൊളി, നീ ഇത് മേടിച്ചോ എന്ന് പറയാൻ എനിക്ക് ഇതുവരെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയും, ഞാൻ ഇതാ യൂസ് ചെയ്യുന്നത്, ബട്ട് അടിപൊളിയൊന്നും അല്ല, നിങ്ങൾ യൂസ് ചെയ്ത് നോക്ക്, അങ്ങനെയാണ് ഞാൻ പൊതുവെ എല്ലാവരും പറയാറ്. ബട്ട് നൗ അങ്ങനെയല്ല. കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ഞാനിപ്പോൾ ഒരു മോയ്സ്ചറൈസറിൽ സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുകയാണ്. കാണണ്ടേ? ഇതാണത്, ബയോഡെർമൻ്റെ അറ്റോഡൈൻ ക്രീമി അൾട്രാ മോയ്സ്ചറൈസർ. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇതെൻ്റെ 3rd ട്യൂബാണ്, ഇതെൻ്റെ 2nd ട്യൂബാണ്. ഇതിങ്ങനെ കയ്യനയ്ക്കാണ് 2nd ട്യൂബാണ്. 3rd ട്യൂബിൽ നാട്ടിൽ പോയപ്പോൾ ഒരു ഫ്രഷ് ഒരെണ്ണം മേടിച്ചതാണ്. ഇപ്പം ഞാൻ വേറെ ഒരു മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറില്ല, ഇതാണ് ഞാൻ യൂസ് ചെയ്യണത്. പിന്നെ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യണവരോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളവർക്കോ അറിയാൻ പറ്റും, ഒരുപാട് പേര് എന്നോട് ചോദിക്കാറുണ്ട്, എന്താ ഗ്ലോ, നീ ഇലുമിനേറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഹൈലൈറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ ഒരു ഗ്ലൈസിങ് കാണുന്നില്ലേ? ഞാൻ ഒരു ഹൈലൈറ്ററും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഇലുമിനേറ്റിംഗ് സ്ട്രോബ് ക്രീം പോലെ ഒരു ഇലുമിനേറ്റിംഗ് സാധനങ്ങളും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഗ്ലൈസിങ് കിട്ടുന്നത് ഇതുകൊണ്ടാണ് ഗൈസ്. കാരണം കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട്, നീ ഏത് ഹൈലൈറ്റർ ആയിട്ടോ അതൊന്നും തരുമോ വെച്ചിട്ട്. ഞാൻ പറയും, ഇതാണ് ഹൈലൈറ്റ്. സീരിയസ്ലി ഗൈസ്, അടിപൊളി സാധനം എന്ന് പറഞ്ഞാൽ ഇതിപ്പം എൻ്റെ ഫ്രണ്ട് സർക്കിൾ എല്ലാവരുടെ അടുത്തും ഇപ്പോൾ ഇതാണ്. ബിക്കോസ് എല്ലാവരോടും ഇത് പറഞ്ഞിട്ട് എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്. അത്രയും അടിപൊളി. ഞാൻ ഇതിൻ്റെ ടെക്സ്ചർ കാണിച്ചു തരാവേ. ലൈക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചറേ. ലൈക്ക് അടിപൊളി സാധനം. എനിക്കിത് കാണിക്കാൻ ഞാൻ വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഫേസിൽ മോയ്സ്ചറൈസിങ് ക്രീം മാത്രമാണ് ഇട്ടിട്ടുള്ളത്. ബട്ട് അടിപൊളി സാധനം, ഇത് മാത്രം ഇട്ടാൽ മതി. വേറെ വൈറ്റ് കാസ്റ്റിങ്ങോ സാധാരണ സൺസ്ക്രീനാണ് വരിക. ബട്ട് എന്നാലും ചില മോയ്സ്ചറൈസിങ് ക്രീമുകൾക്ക് ഉണ്ട്. കണ്ടോ ഗ്ലൈസിങ്? കണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? സോ നിങ്ങൾ ഒരു ജെന്യുവിനായിട്ട് ഒരു നല്ലൊരു മോയ്സ്ചറൈസറാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ട്രൈ ദിസ്. ഇത് മേടിച്ച് യൂസ് ചെയ്തിട്ട് കമൻറ്റ് ബിലോ, താങ്ക് മീ ലേറ്റർ. ഓക്കെ, എല്ലാവരും ഒന്നും നല്ല പ്രൊഡക്റ്റ് ആർക്കും പറഞ്ഞു കൊടുക്കില്ല ഹേ, സീരിയസ്ലി. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞു തരും. അടിപൊളിയാണ്, ഇതിന് ഞാൻ ഗ്യാരണ്ടി. ഗോ ഫോർ ഇറ്റ്.